അടുത്തത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ. ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എന്താണ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എം എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സം ഓഫ് മൊമെൻറ്റ് ആക്ടിങ് ഓൺ എ ബോഡിയാണോ, ദ വെർട്ടിക്കൽ സം ഓഫ് മൊമെൻറ്റ്സ് ആക്ടിങ് ഓൺ എ ബോഡിയാണോ, ദ ഓൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് കമ്പോണൻസ് ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡിയാണോ, നൺ ഓഫ് ദ എബവ് ആണോ, ഏതാ, ദ ഓൾജിബ്രിക് സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് കമ്പോണൻസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. അതായത് ഈ ഫോഴ്സിനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മൊമെൻറ്റ്സിൻ്റെ സം എടുക്കുന്നതാണ് എന്ത്, മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Moment of a force about an axis is equal to sum of moments of its component about the same axis. ഈ തിയറം ഇതിനെന്താണ് പറയുന്നത്, ഈ തിയറത്തിൻ്റെ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് എന്ത്, വാരിഗൺസ് തിയറം. വാരിഗൺസ് തിയറം എന്താണ്, വാരിഗൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വാരിഗൺസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഡിഫറെൻ്റ് ആക്കിയിട്ട് 4 ഓപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം വാരിഗൺസ് തിയറം എന്താണെന്ന് ഓർക്കണം, മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് അബൌട്ട് ദ സെയിം ആക്സിസ്. ഓക്കെ, വാരിഗൺസ് തിയറവും പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഒക്കെ ഇതുപോലൊക്കെ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫ്രിക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഇനി ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ്, എന്താണ് ഫ്രിക്ഷൻ ആംഗിൾ, ഈ ആംഗിൾ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫ്രിക്ഷൻ ആംഗിൾ എന്താണ്, ഓപ്ഷൻസ് നോക്കിയാൽ ദ ആംഗിൾ വിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് മേക്സ് വിത്ത് വെർട്ടിക്കൽ ആണോ, അല്ല. അടുത്ത എന്താ, ദ ആംഗിൾ വിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് മേക്സ് വിത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ, ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണോ, അല്ല, അതുമല്ല. അടുത്തത് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്തോടെ നോക്കിയേ, ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ, എന്താണ് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ഡെഫിനിഷന്, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എഫ് ലിമിറ്റിൻ്റെയും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും നോർമൽ റിയാക്ഷൻ്റെ ഒരു റിസൾട്ടൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു റിസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ ആ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ. ഓക്കെ, ഈ ഡെഫിനിഷൻ വേണേൽ ചോദിക്കാം കേട്ടോ, ഇച്ചിരി ട്വിസ്റ്റഡ് അല്ലേ ഇത്, അതുകൊണ്ട് ഇത് മിക്കവാറും ചോദിക്കാം. ഈ ഫിഗറിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്, ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്, ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷനാണ്, പി എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് ആണ്, പിന്നെന്താണ് എഫ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ നോർമൽ റിയാക്ഷൻ്റെ റിസൾട്ടൻ്റാണ് ഈ കാണിച്ചേക്കുന്നത്, അതും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, നമ്മുടെ ഫ്രിക്ഷണൽ ആംഗിൾ. ഓക്കെ, അടുത്തത് എ ലാഡർ ഓഫ് വെയ്റ്റ് W ഈസ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് എ സ്മൂത്ത് വെർട്ടിക്കൽ വോൾ. കണ്ടോ, സ്മൂത്ത് വെർട്ടിക്കൽ വോൾ. സ്മൂത്ത് വെർട്ടിക്കൽ വോൾ എന്ന് പറഞ്ഞാൽ എന്താ, വെർട്ടിക്കൽ വോളിന് ഫ്രിക്ഷൻ ഒന്നും ഓഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ ലാഡർ എവിടെയാണ്, ഒരു സ്മൂത്ത് വെർട്ടിക്കൽ വോൾ ചാരിയിരിക്കുകയാണ്. ആൻഡ് എ സ്മൂത്ത് ഫ്ലോറും സ്മൂത്താണ്. ദ മിനിമം ഫോഴ്സ് ടു ബി അപ്ലൈഡ് അറ്റ് ദ ഫ്ലോർ എൻഡ് ടു കീപ്പ് ഇറ്റ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ആംഗിൾ തീറ്റ വിത്ത് ഫ്ലോർ. അപ്പം നമ്മൾ എന്താണ് ചോദിച്ചേക്കുന്നത്, ഇവിടെ കൊടുക്കേണ്ട മിനിമം ഫോഴ്സ്, ഇത് ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുക്കേണ്ട ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ രണ്ടും എന്ത് വരുന്നില്ല, ഫ്രിക്ഷൻ വരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഈ ഫ്രിക്ഷൻ ഇല്ലെങ്കിലും ഇവിടെ എന്താണ്, ഒരു നോർമൽ റിയാക്ഷൻ എന്ത് കൊടുക്കും, ഈ രണ്ട് വോൾസും ഓരോ നോർമൽ റിയാക്ഷൻ കൊടുക്കും. ഈ ഭാഗത്തുണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ഡിയിൽ ആർ ബി എന്നും എയിലുണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ ആർ എ എന്ന് വന്നിരിക്കട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആർ എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ലേ, ആർ എ ആര് ബാലൻസ് ചെയ്യും, വെയിറ്റ് ആയിരിക്കും ആർ എനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ആർ എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ആർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വോൾ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഫോഴ്സ് അല്ലേ, എന്താണ്, ദ മിനിമം ഫോഴ്സ് ടു ബി അപ്ലൈഡ് അറ്റ് ദ ഫ്ലോർ. നമ്മൾ എത്രയോ ഫോഴ്സ് കൊടുത്ത് ഫ്ലോറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് ഈക്വലൻ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ കൊടുക്കും. ഓക്കെ, ആ ഫോഴ്സാണ് ആർ ബി. ഇനി നമ്മൾ മൊമെൻറ്റ് അബൌട്ട് എ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. മൊമെൻറ്റ് അബൌട്ട് എ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്നാ വരും, ആർ ബി ഇൻറ്റു ഇത് എൽ അല്ലേ, അപ്പം എൽ ഇത് തീറ്റ, അപ്പോൾ ഇത് എൽ സൈൻ തീറ്റ, ആർ ബി ഇൻറ്റു എൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഡബ്ല്യു. പിന്നെ വേറെ ഒരു ഫോഴ്സ് ഉള്ള ഡബ്ല്യു അല്ലേ ഉള്ളൂ, ആർ ബി ഇൻറ്റു എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എന്ത് വരും, ഡബ്ല്യു ഇൻറ്റു ഇത് ടോട്ടൽ ലെങ്ത് എൽ, ഇപ്പം ഡബ്ല്യു ആക്ട് ചെയ്യുന്ന L/2 ഡിസ്റ്റൻസിൽ അല്ലേ, ഇവിടെ L/2, അപ്പം ഡബ്ല്യു ഇൻറ്റു L/2 ഇത്രയും ഡിസ്റ്റൻസ് എന്ത് വരും, L/2 കോസ് തീറ്റ എന്ന് വരും അല്ലേ. അപ്പം ഡബ്ല്യു ഇൻറ്റു L/2 കോസ് തീറ്റ എന്ന് വന്നു, എല്ലും ക്യാൻസലായിപ്പോയി. അപ്പോൾ എന്ത് വന്നു,
കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ വന്നു. ആർ ബി അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എന്താണ് 0.5 1/2 എന്ന് പറയുന്നത് 0.5 W കോട്ട് തീറ്റ എന്ന് വന്നു. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അടുത്തത് കണക്റ്റഡ് ബോഡി, അനാലിസിസ് ഓഫ് കണക്റ്റഡ് ബോഡീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എ മാസ് ഓഫ് 60 കിലോഗ്രാം ലൈസ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ. ഓക്കെ, കാണിച്ചിട്ടുണ്ട്. M1 ഒരു 60 കിലോഗ്രാം ഒരു ഹൊറിസോണ്ടൽ ടേബിളിൽ ഇരിക്കുക. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഫൈൻ സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ഗൈഡ് പുള്ളി ഓൺ ദ എഡ്ജ് ഓഫ് എ ടേബിൾ ടു മാസ് 50 കിലോഗ്രാം ഹാങ്ങിങ് ഫ്രീലി. ഓക്കെ, അപ്പോൾ ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്ന? ഒരു പുള്ളിയുമായിട്ട് കണക്ട് ചെയ്ത് താഴോട്ടൊരു മാസ് ഉണ്ട്. ആ മാസ് എന്ന് പറഞ്ഞാൽ 50 കിലോഗ്രാം ആണ്. അത് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിരിക്കുക. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് മതി. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. സ്ട്രിങ്ങിൻ്റെ ടെൻഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്? നമുക്കിതിനൊരു ഇക്വേഷൻ എഴുതാം. നമുക്കറിയാവുന്ന എന്തൊക്കെയാണ്? M1 60 കിലോഗ്രാം ആണെന്നറിയാം, M2 50 കിലോഗ്രാം ആണെന്നറിയാം. അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ M1 ഒരു ആക്സിലറേഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ? ഏതോ ഒരു ആക്സിലറേഷൻ M1 മൂവ് ചെയ്യുന്ന അതേ ആക്സിലറേഷനായിരിക്കും M2 താഴോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ആ M1 × A എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ. ഓക്കെ, അതൊരു ഇക്വേഷൻ എഴുതുക. ഇനി കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് M2. M2ൻ്റെ വെർട്ടിക്കൽ മോഷൻ. M2ൻ്റെ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ടെൻഷൻ ഇങ്ങോട്ട് വരുന്ന ടെൻഷൻ തന്നെ ഇവിടെ ആക്ട് ചെയ്യും, ഇങ്ങോട്ട് താഴോട്ട് ആക്ട് ചെയ്യും, മേലോട്ട് ആക്ട് ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ ഇക്വേഷൻ M2നെ നമ്മളെങ്ങനെ എഴുതാം? T മൈനസ് M2 അല്ലെങ്കിൽ M2G പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ T പോസിറ്റീവ് ഏതായാലും എടുക്കാം. ഓക്കെ, നമ്മളിപ്പം M2G പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ M2G മൈനസ് T ഈസ് ഈക്വൽ ടു എന്ത് വരും? ആ ഒരു ഇതിലായിരിക്കും ആര് മൂവ് ചെയ്യുക? ഫോഴ്സ് ആയിരിക്കും M2ൽ ആക്ട് ചെയ്യുക. M2 × ആക്സിലറേഷൻ A. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാം. M2 50 ആണെന്നറിയാം, G 9.81 ആണെന്നറിയാം. ഓക്കെ, മൈനസ് T എന്ന് പറയുമ്പോൾ T അതുപോലെ തന്നെ ഇടുക. T ഈസ് ഈക്വൽ ടു M2 50A എന്ന് വരും. ഓക്കെ, ഈ Tക്ക് നമുക്കിവിടെ ഒരു 60A കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 60A ഇപ്പുറത്തോട്ട് വരുമ്പോൾ എത്ര വരും? 110A. 110A എന്ന് പറയുമ്പോൾ 50 × 9.81 എന്ന് വന്നു. ഓക്കെ, പിന്നെന്ത് വരും? അപ്പോൾ A എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. നമുക്ക് കിട്ടിയ ആക്സിലറേഷൻ 4.45 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. T ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം T എന്ന് പറയുമ്പോൾ 60 × A. 60 × A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം 60 × 4.45. 60 × 4.45 എത്ര വരും? 267.54. അപ്പോൾ എന്താ? നമുക്ക് 267.6 ന്യൂട്ടൺ എന്നുള്ള ആൻസർ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കപ്പിൾ എന്നുള്ള സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കപ്പിൾ എന്താ? കപ്പിൾ എന്നറിയാലോ. 2 equal and opposite forces separated by a distance d constitutes a couple. The algebraic sum of moments of forces constituting a couple about any point in the plane of couple is equal to എന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് algebraic sum of moments of forces. അതായത് ഈ ഫോഴ്സസ് ഉണ്ടാക്കുന്ന മൊമെൻസിൻ്റെ algebraic sum എങ്ങനെയാണെന്ന് വരുന്നത്. എന്താ വരുന്നത്? ഇതിപ്പോൾ നോക്കിയേ, ഒരു 2 ഫോഴ്സ് ഒരു ഡിസ്റ്റൻസ് d മാറിയിട്ട് ഇപ്പം നമുക്കിപ്പോൾ എന്താണ് എബൌട്ട് ഒരു പോയിന്റിൽ O എന്നുള്ള പോയിന്റ് എബൌട്ട് എങ്ങനെ വരും? മൊമെൻറ്റ് P × d + x. അത് എന്ത് വരും? ക്ലോക്ക് വൈസ് വരും അല്ലേ? P × d + x ക്ലോക്ക് വൈസ് വരും, മൈനസ് P × x. P × x എന്ന് വരുമ്പോൾ എന്ത് വരും? P × d + x മൈനസ് P × x P × d എന്ന് കിട്ടും. എന്താണ് P × d എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് എന്താ ഈ കപ്പിളിൻ്റെ മൊമെൻറ്റ് P × d. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ദ മൊമെൻറ്റ് ഓഫ് കപ്പിൾ. ഇനി അടുത്തത് ദ ആം ഓഫ് കപ്പിൾ ഈസ് ഡബിൾഡ് ഇറ്റ്സ് മൊമെൻറ്റ് വിൽ ബി. നമ്മൾ എന്താണ് ഈ കപ്പിളിൻ്റെ ആം ഡബിൾ ചെയ്യുക. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫോഴ്സ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഡിസ്റ്റൻസിനാണ് ആം എന്ന് പറയുന്നത്. ആം ഡബിൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ P × d ആയിരുന്നു എന്താവും? P × 2d ആവും. അപ്പോൾ എന്ത് വരും? മൊമെൻറ്റ് എന്താവും? ഡബിൾ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി അടുത്തത് കോപ്ലാനാർ ഫോഴ്സ്, ജനറൽ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റത്തിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആണ്. If 3 coplanar forces are represented in magnitude and direction by 3 sides of a triangle taken in order. അതായത് 3 കോപ്ലാനാർ ഫോഴ്സസ്. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സസ് എല്ലാം ലൈ ചെയ്യുന്ന സെയിം പ്ലെയിനിലാണ്. അതെല്ലാം എന്താണ്? റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇതിപ്പോൾ ഫസ്റ്റ് സൈഡ്, ഇത് സെക്കൻഡ് സൈഡ്, ഓക്കെ, ഇത് തേർഡ് സൈഡ്. ഓക്കെ, ടേക്കൺ ഇൻ ഓർഡർ. ദെൻ
ദ ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഫോഴ്സസ് എബൌട്ട് എനി പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇപ്പം നമുക്കൊരു പോയിന്റ് എടുക്കാം, ഈ വെർട്ടെക്സിൽ ഒരു പോയിന്റ് എടുക്കാം. അപ്പം ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എന്തായിരിക്കും? സീറോയാ. എന്നാ വെച്ചാൽ ഇവിടെ ആയിട്ടുണ്ടാകുന്ന ഡിസ്റ്റൻസ് സീറോ അല്ലേ? ഈ ഫോഴ്സ് ഈ പോയിന്റിൽ കൂടെ തന്നെ പോകുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് എന്താ? സെയിം പോയിന്റിൽ കൂടെ പോകുന്നത്. അപ്പം പക്ഷേ തേർഡ് ഫോഴ്സോ ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ആ ഡിസ്റ്റൻസ് എന്ത് വരും? ഈ ഒരു ഹൈറ്റ് നമ്മളിപ്പം ട്രയാങ്കിളിന് ബേസ് ചെയ്ത് ഇത് ഹൈറ്റ് ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എച്ച് മാറിയിട്ട് വരും. ഇത് അതിൻ്റെ ബേസ് ആയിരിക്കും. ഓക്കെ, അപ്പം മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് ബേസ് ബി ആണ്, ഇത് എച്ച് ആണെങ്കിൽ മൊമെൻ്റ് എന്ത് വരും? ബി എച്ച് എന്ന് വരും. ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എന്താണ്? ട്വൈസ് അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഹാഫ് ബി എച്ച്. അപ്പം എന്താണ്? ബി എച്ച് എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിൻ്റെ ഏരിയയുടെ ട്വൈസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഫോഴ്സസ് എനി എബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താ? ട്വൈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ, മൈനസ് പ്ലസ് പ്ലസ്, ബാക്കി എല്ലാ ഇക്വേഷനും വേറെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണേലും ഇത്ര ലെങ്തി കാൽക്കുലേഷൻ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് എഫ്, നമുക്കൊരു ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. ഈസ് അപ്ലൈഡ് അറ്റ് പോയിന്റ് ബി. ഒരു പോയിന്റ് ബിയിൽ ഒരു ഫോഴ്സ് വെക്ടർ 2i + 3j - 4k ആക്ട് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് പോയിന്റ് എ. അതായത് എന്താണ്? എക്ക് എബൌട്ടായിട്ട് എന്താണ് ഈ ഫോഴ്സിൻ്റെ മൊമെന്റ് എന്ന് ചോദിച്ചേക്കുന്നത്. മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഇൻറ്റു സം ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എ ബി എന്നുള്ള പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക. എ ബി എന്നുള്ള പൊസിഷൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? x2 - x1 × i, y2 - y1 × j, z2 - z1 × k. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചു. എന്താ? 1 - 2i - 1 + 1i -1 മൈനസ് ഓഫ് -1 -1 + 1i എന്ന് വരും. ഇനി എന്താണ്? 2 - 3k എന്ന് വന്നു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കിട്ടി? പൊസിഷൻ വെക്ടർ എങ്ങനെ കിട്ടി? -1i + 0j - k എന്ന് കിട്ടി. ഇനി മൊമെന്റ് കണ്ടുപിടിക്കണം. എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ട് വെക്ടേഴ്സിൻ്റെ i j k. ഇനി r ആണെങ്കിൽ ആറിൻ്റെ കോഎഫിഷ്യൻസ് എഴുതണം. -1 0 -1. അടുത്തത് നമ്മുടെ ഫോഴ്സ് 2 3 - 4 2 3 - 4. ഓക്കെ, എന്നിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. i × 0 × -4 -3 × -1 -j × -1 × -4 -2 × -1 + k × -1 × 3 - 2 × 0. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മൊമെന്റ് ഓഫ് ദാറ്റ് ഫോഴ്സ് കിട്ടും. അത് ഓപ്ഷൻ സി. ഓക്കെ, ചെയ്ത് നോക്കണേ. എന്നിട്ട് കഴിഞ്ഞാൽ ഇത് സിമെട്രിക്കൽ സെക്ഷനാണ് അല്ലേ? ഇങ്ങനെ ഒരു ആക്സിസ് y ആക്സിസ് ഇങ്ങനെ വരച്ച്, ഓക്കെ, x ആക്സിസ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതൊരു സിമെട്രിക്. എബൌട്ട് y ആക്സിസ് ഇത് സിമെട്രിയാണ്. അപ്പോൾ x എന്ന് പറയുമ്പോൾ 0 വരും. നമ്മൾ പിന്നെ y നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അതിൻ്റെ CG എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? y നിന്ന് എത്ര മാറിയിട്ടാണ് കണ്ടുപിടിക്കാൻ? a1 × y1 + a2 × y2 ഡിവൈഡഡ് ബൈ a1 + a2. a1 എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഇതിൻ്റെ ഏരിയ a1, അടുത്ത ഇതിൻ്റെ അടുത്ത ഈ റെക്റ്റാങ്കിൾ ഏരിയ a2. അപ്പോൾ a1 എന്ന് പറയുമ്പോൾ എന്നാ വരും? 200 × 20 × y1 എന്ന് പറയുമ്പോൾ എന്തുവാ? അതിൻ്റെ സെൻട്രോയിഡ് എന്താണ്? ഇവിടുന്ന് ബേസിൽ നിന്ന് എത്ര മാറിയിട്ടാണ്? അപ്പോൾ എത്ര വരും? 300 + 10 മാറിയിട്ടാണ്, 310 മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ a1 × y1 × 310 + a2 എന്ത് വരും? 300 × 20. ഇത് എത്ര മാറിയിട്ടാണ്? 150 മാറിയിട്ടാണ്. ഡിവൈഡഡ് ബൈ a1ൻ്റെ ഏരിയ 200 × 20, b1ൻ്റെ ഏരിയ 300 × 20. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 214 mm എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എ. അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കിയേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഓഫ് റേഡിയസ് r എബൌട്ട് ഇറ്റ്സ് ഡയമെട്രിക്കൽ ആക്സിസ്. നമ്മളൊരു സർക്കുലർ സെക്ഷൻ എടുക്കുക, അതിൻ്റെ ഡയമെട്രിക്കൽ ആക്സിസിന് എബൌട്ടായിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താ? IXL ഇക്വേഷൻ എന്താ? pi d⁻⁴/64. ഓക്കെ, അപ്പം ഡീനെ നമ്മൾ എന്താക്കണം? ഇവിടെ ഡി അല്ല, ഫുൾ ആറാണ് വന്നേക്കുന്നത് അല്ലേ? ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതുന്നത്? pi/64 × 2d⁻⁴ എന്ന് എഴുതാം. ഓക്കെ, 2d⁻⁴ എന്ന് പറയുമ്പോൾ എത്ര വരും? 8 × 2 16 വരും അല്ലേ? അപ്പം 16 മേളിൽ വരും, ഡിവൈഡ് ബൈ 64 വരും. 16 64 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 4 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? pi r⁴ / 4 എന്ന് വരും നമ്മുടെ ആൻസർ.
അപ്പോൾ ഏതാ ഓപ്ഷന്? ആൻസർ സി. ഓക്കെ, ഇനി അടുത്തത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് അറിയാമല്ലോ. IZ അല്ലെങ്കിൽ J = IX + IY. ഓക്കെ, ഇതിനാണ് എന്ത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് ഷാഫ്റ്റ്. ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ സോളിഡ് ഷാഫ്റ്റിൻ്റെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? സർക്കുലർ അല്ലേ, അപ്പം πd⁴/32. എന്താണ് ആൻസർ? πd⁴/32 ആണ് ആൻസർ. ഓക്കെ, ഇനി ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എന്ത് വരും? നമുക്ക് ഹോളോ ആകുമ്പോൾ 2 ഡയമീറ്റർ വരും. ഔട്ടർ ഡയമീറ്റർ D വരും, ഇന്നർ ഡയമീറ്റർ സ്മോൾ d വരും. അപ്പോൾ എന്ത് വരും? π × D - സ്മോൾ d ⁴/32 വരും ആൻസർ. അടുത്തത് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ട്രെയിറ്റ് തിൻ റോഡ് ഓഫ് മാസ് m. ഒരു തിൻ റോഡുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ മാസ് എത്ര നമുക്ക് പറഞ്ഞേ? m. ഓഫ് ലെങ്ത് L. അതിൻ്റെ ലെങ്ത് എത്രയാണ്? L. എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. എന്താണ്? ഇതിൻ്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് പാസിങ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്. ഇതിൻ്റെ എൻഡിൽ കൂടെ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് എബൌട്ടായിട്ട് എന്താണ്? ഈ സ്ട്രെയിറ്റ് തിൻ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിൻ റോഡ് എബൌട്ട് ഇറ്റ്സ് സെൻറ്റർ അറിയാം. സെൻറ്ററിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? എബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ആണെങ്കിൽ m × L² / 12 എന്ന് വരും. ഇനി നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്താൽ mL² / 12 നമ്മുടെ മാസ് ഇൻറ്റു ഈ നമുക്ക് കാണേണ്ടത് ഈ അറ്റത്തുള്ള ആക്സിസിൽ അല്ലേ. അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? L/2. മാസ് ഇൻറ്റു L/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? mL² / 12 mL² / 4 എന്ന് വരും. ഓക്കെ, മൾട്ടിപ്ലൈ 3 കൊണ്ട് മേലിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? അപ്പം 4mL² / 12 എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? mL² / 3 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ?